കായംകുളം നഗരസഭ 41 വാർഡിൽ VS അച്യുതാനന്ദൻ ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി പ്രതിമ അനാച്ഛാദനവും നടത്തി. നവീകരിച്ച സ്മാർട്ട് അംഗനവാടി, APJ അബ്ദുൽ കലാം ഗ്രൂപ്പ് സ്റ്റഡീസ് സെന്റർ എന്നിവയും ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 41 വാർഡിലാണ് VS അച്യുതാനന്ദൻ ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം, നവീകരിച്ച സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം, APJ അബ്ദുൽ കലാം ഗ്രൂപ്പ് സ്റ്റഡീസ് സെന്റർ ഉദ്ഘാടനം എന്നിവയും നടന്നു. VS അച്യുതാനന്ദൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഗവൺമെന്റ് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലമാണ്. പക്ഷെ ആ പ്രതിസന്ധി നമുക്ക് കിട്ടേണ്ട പണം കിട്ടാത്തതുകൊണ്ടാണ്, തരേണ്ടവര് തരേണ്ട കാശുകൾ തരാത്തതുകൊണ്ടാണ്. പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. ആ പ്രതിസന്ധിയെ നമ്മളിപ്പോ അഭിമുഖീകരിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം GST ഇപ്പോൾ പുതുക്കിയപ്പോൾ കേരളത്തിന് 10,000 കോടി നഷ്ടമാണ്. നമ്മളൊരു ബഡ്ജറ്റിനകത്ത് വെക്കുന്ന പണം നമ്മൾ പലതരത്തിൽ കിട്ടിയില്ലെങ്കിൽ, ആ പണം കിട്ടുന്നില്ലെങ്കിൽ ആ വികസന പ്രവർത്തനമെല്ലാം സ്തംഭിക്കും. പെൻഷൻ കൊടുക്കണം, 65 ലക്ഷം ആക്കുക പെൻഷൻ കൊടുക്കുന്നത്. ഒരു മാസം 1300 കോടി രൂപ വേണം. എല്ലാ മാസവും കൊടുക്കുക. ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക പെൻഷൻ. കുടിശ്ശിക അടക്കം കൊടുക്കുക. 600 600 പറ്റിയപ്പോൾ എമൗണ്ട് കൂടി. സ്മാർട്ട് അംഗനവാടി, APJ അബ്ദുൽ കലാം ഗ്രൂപ്പ് സ്റ്റഡി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം പ്രതിഭ MLAയും നിർവഹിച്ചു. ഞാൻ പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അന്ന് നിങ്ങൾ ഈ പ്രദേശവാസികൾ പറഞ്ഞത്, ബാക്കി റോഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ത്രിശങ്കു സ്വർഗത്തിലാകുമെന്ന് പറഞ്ഞ് 44 ലക്ഷം ഉപയോഗിച്ച് അത് മനോഹരമായി ചെയ്ത് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. വാർഡ് 1 ചെട്ടിയത് ചേലിക്കുളങ്ങര റോഡ് 27 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 41 വാർഡിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിയത്. കൗൺസിലർ റെജി മാവനാൽ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ J. ആദർശ്, PS സുൽഫിക്കർ, SK ശുനാഥ്, മായാദേവി, ഫർസാന ഹബീബ, ഷാമില അനിമോൻ, ഹരിലാൽ, CS ഭാഷ, ലേഖ മുരളീധരൻ, അഡ്വക്കേറ്റ് S. അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.